ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സ് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാക്രോയിൽ നിന്ന് നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ആ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഒന്നാമത്തെ പാഠം ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണല്ലോ. അതിലൊരു വൺ വേർഡ് ആണ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് അഥവാ ഇൻകം തിയറി എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ മാക്രോ എക്കണോമിക്സിനെ തന്നെയാണ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് അഥവാ ഇൻകം തിയറി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വൺ വേർഡ് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. പിന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ ഉത്ഭവത്തെ പറ്റിയിട്ട് 4 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷൻ, അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഗ്രേറ്റ് ഡിപ്രഷനൊക്കെ പറ്റി പറയുന്ന ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ തിയറി പോർഷൻ കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് പോവുക. അത് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഓക്കെ, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അതുപോലെ തന്നെ 4 സെക്ടേഴ്സ് ഓഫ് എക്കണോമി, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ 4 സെക്ടേഴ്സിനെ കുറിച്ചിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണടാ? ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്, പിന്നെ എക്സ്റ്റേണൽ സെക്ടർ. ഇതാണ് 4 സെക്ടേഴ്സ്. ഇത് 2 മാർക്കിന് പേരുകൾ മാത്രം എഴുതാൻ ചോദിക്കാറുണ്ട്, 3 മാർക്കിന് എക്സ്പ്ലനേഷൻ സഹിതം എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് എന്താണ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. വളരെ പ്രധാനമാണ്. ഏതൊക്കെയാണെന്ന് അറിയോ? ആദ്യമേ തന്നെ ഫൈനൽ ഗുഡ്സ് എന്താണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ്, കൺസെപ്ഷൻ ഗുഡ്സ് എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്. ഇങ്ങനെ ഒരു 4 ടൈപ്പ് ഗുഡ്സിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗുഡ്സ് ഒക്കെ എന്താണ്, ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞു വെക്കുക. പക്ഷെ പഠിക്കേണ്ടത് അതിൻ്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കാരണം ഇത് വൺ വേർഡ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് സ്റ്റോക്സ് എന്താണ്, ഫ്ലോസ് എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നമ്മൾ അതിൻ്റെ ഡെഫിനീഷൻസ് മാത്രം പഠിച്ചാൽ പോരാ, എക്സാമ്പിൾസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റോക്സും ഫ്ലോസും കൃത്യമായിട്ട് ആ 2 കോൺസെപ്റ്റും എന്ത് ചെയ്യുക, ക്ലിയർ ആയി പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. എക്സാമ്പിൾ തന്നിട്ട് ഇത് സ്റ്റോക്ക് ആണോ ഫ്ലോ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും വൺ വേർഡ് ലെവലിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഏറ്റവും പ്രധാനമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അല്ലേ. നമ്മൾ ഈ ഒരു എന്താണ് സർക്കിളായിട്ട് ഇങ്ങനെയൊക്കെ വരച്ച് പഠിക്കുന്ന ഒരു സംഭവമാണ്. ആ ചാർട്ട്, ആ വരയ്ക്കണ എങ്ങനെയാണ്, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് ഒരു 3-4 മാർക്കിനൊക്കെ എന്താണ്, അത് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഉറപ്പായിട്ടും ഈ ഒരു മാക്രോ എന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതില്ലാതെ ഒരു ചോദ്യ പേപ്പർ ഇല്ല. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ദെൻ ഏറ്റവും പ്രധാനമായിട്ട് ഇനി പറയാനുള്ളതാണ് നമ്മുടെ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. നമ്മുടെ നാഷണൽ ഇൻകം എങ്ങനെയാണ്, ദേശീയ വരുമാനം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്ക് എന്താണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിന് 3 മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് 8 മാർക്കിന് നമുക്ക് എസ്സേ ചോദിക്കുന്നതാണ്. ഉറപ്പാണ് കേട്ടോ ഇതിൻ്റെ കാര്യത്തിൽ. കാരണം ഈ ഒരു ചാപ്റ്റർ ചോദിക്കുന്നുണ്ട്, എക്സാമിന് പരിഗണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കില്ല. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പല വർഷങ്ങൾ പബ്ലിക് എക്സാം ഉൾപ്പെടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണുന്ന ഒരു ചോദ്യമാണ് നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ 3 മെത്തേഡും പഠിക്കണം. അവിടെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ ആദ്യം പഠിക്കാൻ കുറച്ച് ടഫായിരിക്കും, പക്ഷെ എന്നാലും പഠിച്ച് സെറ്റാക്കി വയ്ക്കുക കേട്ടോ. കാരണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, 3 മെത്തേഡും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം കൃത്യമായിട്ട് അവിടെ പഠിച്ചിരിക്കണം. ഇനി അടുത്ത് വരുന്നതാണ് മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ്. എവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ GDP, GNP എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺസെപ്റ്റ്സും അതിനകത്ത് കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ പറ്റുന്നവരെല്ലാം പഠിച്ചു വെക്കുക. കുറേ അധികം ഇക്വേഷൻസ് ഉണ്ട്, കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതിൽ നിന്ന് പ്രോബ്ലം വരാറുണ്ട് കേട്ടോ, കണക്ക് ചോദിക്കാറുണ്ട്. ഒരു കണക്കൊക്കെ വന്നാൽ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട് മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ്. പക്ഷെ ആ ഇക്വേഷൻസ് എന്താണ്, അത് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്നവരെല്ലാം പഠിച്ചിട്ട് തന്നെ പോകണം. കാരണം ഉറപ്പായിട്ടും അത് ബേസ് ചെയ്തൊരു ചോദ്യം വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്ത GDP ഡിഫ്ലാറ്റർ. ഇത് വളരെ എളുപ്പമുള്ളതാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. GDP ഡിഫ്ലാറ്റർ അതൊരു 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം എന്താണെന്ന് എഴുതാൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം, അവിടെ നോമിനൽ GDP എഴുതണം, റിയൽ GDPയും എഴുതേണ്ടതുണ്ട് GDP ഡിഫ്ലാറ്റർ ചോദിക്കുമ്പോൾ. അപ്പോൾ ആ കോൺസെപ്റ്റ്സ് പഠിക്കുക. ഇനി അങ്ങനെ ഡെഫിനീഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനീഷൻ ചോദിക്കും, അതോടൊപ്പം തന്നെ സബ് പാർട്ടായിട്ട് ചോദിക്കുന്നതാണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, GDP ഡിഫ്ലാറ്ററിന് എന്താണ് കണക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ആ ഒരു ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ ആ കണക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ നമ്മുടെ വേറൊരു എസ്സേ ചോദ്യമാണ് ഈ ചാപ്റ്ററിന് ഏറ്റവും അവസാനമുള്ള GDP ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കാണാൻ പറ്റും അല്ലേ. അതിനകത്ത് 4 ഒരു സബ് ടോപ്പിക്സ് ഉണ്ട്. ഇനിക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം,
GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, GDP ആൻഡ് അതർ ഹാംഫുൾ ഗുഡ്സ്, പിന്നെ GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. ഈ 4 സബ് ടോപ്പിക്സും അതിൻ്റെ എക്സ്പ്ലനേഷൻ തിയറി പോർഷനാണ്. നല്ല എളുപ്പമാണത്. വെൽഫെയറിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അത് കൃത്യമായിട്ട് പഠിക്കുക. 8 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കണക്കായിട്ട് പറഞ്ഞ ഏതൊക്കെയാണ് ഈ ബ്ലാക്ക് സ്കെച്ച് പെൻ കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഐഡൻറ്റിറ്റീസ് നിന്ന് ചോദിക്കാറുണ്ട്. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് പോവുക പറ്റുന്നവരെല്ലാം. തന്നെ അതുപോലെ തന്നെ GDP ഡിഫ്ലാച്ചർ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു സെക്ഷനാണ്. അത് എളുപ്പമാണ് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലസ് അതിനോടൊപ്പം അതെന്താണ് നോമിനൽ GDP, റിയൽ GDP ഡിഫ്ലാച്ചർ, ഇതൊക്കെ എന്താണെന്നുള്ള ഒരു ഡെഫിനീഷൻസ് കൂടി അവിടെ പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാക്രോയിൽ നിന്നുള്ളത്. കമൻറ്റ് സെക്ഷനിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ച് പേര് മാക്രോ ചോദിക്കുന്നുണ്ട്, കുറച്ച് പേര് മാക്രോ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടീച്ചേഴ്സ് മാക്രോ എക്കണോമിക്സ് എന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.